മെട്രോജേണൽ മാട്രിമോണി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അതിനായി ആൻഡ്രോയിഡ് ഫോണുള്ളവർ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയും ഐഫോൺ ഉള്ളവർ ആപ്പിൾ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ശേഷം ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും മെട്രോ മാട്രിമോണി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. ഞാനിവിടെ മെട്രോ മാട്രിമോണി സെർച്ച് ചെയ്തു. ശേഷം നമ്മളുടെ ആപ്ലിക്കേഷൻ മുകളിലായി തന്നെ കാണാവുന്നതാണ് മെട്രോ മാട്രിമോണി. ഓക്കെ, അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഐഫോണിലാണെങ്കിലും മെട്രോ മാട്രിമോണി എന്ന് തന്നെയാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മെട്രോ മാട്രിമോണി എന്നുള്ളത് മുകളിലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ ആദ്യം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിലും ആൻഡ്രോയിഡിലും ഈ രീതിയിൽ തന്നെയാണ് വരിക. അപ്പോൾ നമ്മളിവിടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് എലോ കൊടുക്കേണ്ടതുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ശേഷം രണ്ട് ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് വരിക. ഒന്ന് ലോഗിൻ, മറ്റൊന്ന് ക്രിയേറ്റ് അക്കൗണ്ട്. അതിൽ ലോഗിനിൽ പോവേണ്ടവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്യുകയോ പ്ലാൻ ആക്റ്റീവ് ചെയ്തവരോ ആണ് ലോഗിനിൽ പോവേണ്ടത്. അപ്പോൾ ലോഗിനിൽ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാട്രി ഐ ഡി ഓർ പാസ്വേഡ് ഉള്ളവർ മാട്രി ഐ ഡി അടിച്ചു കൊടുത്ത് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്താൽ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നതാണ്, ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ലോഗിൻ വിത്ത് OTPയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ജനറേറ്റ് OTP കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് OTP വരികയും ആപ്പ് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. ഇനി നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ക്രിയേറ്റ് അക്കൗണ്ടാണ് പോവേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫീമെയിൽ പ്രൊഫൈലാണ് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അൺമാരീഡ് ഞാൻ മെട്രോ ഡെമോ എന്ന് ജസ്റ്റ് പേര് കൊടുക്കുന്നു. അതുപോലെ ഇമെയിൽ ഐ ഡിയും metro1demo@gmail.com എന്ന് നിങ്ങളുടെ മെയിൽ ഐ ഡിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, പാസ്വേഡ് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുകയാണ്. ശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള സിം നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം രജിസ്ട്രേഷൻ്റെ അവസാനം OTP വെച്ച് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. റിലീജൻ ഹിന്ദു കൊടുക്കുന്നു. കാസ്റ്റ് നിങ്ങളുടെ കാസ്റ്റ് കൊടുക്കാം. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള നിങ്ങളുടെ വയസ്സിന് അനുസൃതമായിട്ടുള്ള പ്രൊഫൈലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പോൾ മാക്സിമം അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആക്കുമ്പോഴാണ് നിങ്ങളുടെ വയസ്സിനനുസൃതമായിട്ടുള്ള പ്രൊഫൈലുകൾ കാണിക്കുക. ഓക്കെ, ശേഷം ഇവിടെ ഹിന്ദു കൊടുക്കണം. കാസ്റ്റ് ഈഴവ കൊടുക്കാം. മദർ ടങ്ക് മലയാളം കൊടുത്തു. കൺട്രി ഇന്ത്യ കൊടുത്തു. സ്റ്റേറ്റ് കേരള കൊടുത്തു. ഡിസ്ട്രിക്റ്റ് കോഴിക്കോട് കൊടുത്തു. നിങ്ങളുടെ ലോക്കൽ അസംബ്ലി ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലമാണ് ഉദ്ദേശിക്കുന്നത്, അത് കൊടുക്കാം. ലോക്കൽ ടൗൺ നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ വസിക്കുന്നത് അവിടുത്തെ സ്ഥലപ്പേര് കൊടുക്കാം. ഐ അഗ്രി കൊടുത്ത് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അടുത്തത് എഡ്യൂക്കേഷൻ ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് പോകുന്നു. നിങ്ങളുടെ എന്താണോ എഡ്യൂക്കേഷൻ അത് കൊടുക്കാം. അല്ലെങ്കിൽ അതിൽ അതേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതും കൊടുക്കാം. നിങ്ങളുടെ ആനുവൽ ഇൻകം വാർഷിക വരുമാനം കൊടുക്കാം. നിങ്ങളുടെ ജോലി, നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, നാട്ടിലാണെങ്കിൽ നാട്ടിൽ സ്ഥലപ്പേര് കൊടുക്കാം. ഇനി ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ, ദുബായ്, അബുദാബി, അങ്ങനെ നിങ്ങളുടെ വർക്ക് പ്ലേസ് കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം കോഴിക്കോട് തന്നെ കൊടുക്കുന്നു. ഡെസിഗ്നേഷൻ, നിങ്ങളുടെ ഡെസിഗ്നേഷൻ കൊടുക്കാം. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ അത് കൊടുക്കാം. അതുപോലെ വെയ്റ്റും എത്ര എന്നുള്ളത് അത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഗാലറിയിൽ നിന്നും ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇനി ജനറേറ്റ് OTP, അതിനായി ജനറേറ്റ് OTP കൊടുക്കാം. OTP
ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുകയും നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കാം, ഇത് യെല്ലോ കൊടുക്കാം. ഇത് യെല്ലോ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ മാട്രിമോണിയിൽ നിന്ന് അത് ഇവിടെ യെല്ലോ കൊടുത്തതിന് ശേഷം ബാക്ക് കൊടുക്കാം. എന്നിട്ട് ഫുൾ സ്ക്രീൻ അലേർട്ട്, ഇതും വീഡിയോ കോളിൻ്റെ പെർമിഷനാണ്. നിങ്ങൾക്ക് യെല്ലോ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് വീഡിയോ കോൾ കൊടുക്കാം. ഇനി ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ പെൻ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ലാംഗ്വേജുകൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതേ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർ, എല്ലാ സംഭവങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കംപ്ലീറ്റ്. ഇപ്പോൾ ഇവിടെ 49% കംപ്ലീറ്റ് ആയിട്ടുള്ളത്, പകുതിയോളം ഇനിയും കംപ്ലീറ്റ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ബാനർ ഇവിടെ നിന്നും പോകുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസുകൾ ഇനി ചിലത് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അത് മുഴുവനായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ എപ്പോഴും ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ബാനർ വരികയില്ല, അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, തൽക്കാലം ഞാൻ ഇത് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാട്രിമോണി വെൽക്കംസ് യു, ആക്ടിവേറ്റ് യുവർ പ്ലാൻ ടുഡേ ആൻഡ് ഗെറ്റ് എ ബിഗ് ഓഫർ ഡീൽ എന്നുള്ള ബാനർ കാണാം. ഇത് തൽക്കാലം ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാനൊരു ലേഡീസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആണുങ്ങളുടെ പ്രൊഫൈലുകളാണ് ഇവിടെ കാണാൻ പറ്റുക. നിങ്ങൾക്ക് ഇവിടെ 3 കാറ്റഗറിയാണ് മെയിനായിട്ട് കാണുക. റീസെൻ്റ്ലി ജോയിൻഡ്, ഇതൊക്കെ പുതിയതായിട്ട് ജോയിൻ ആയ പ്രൊഫൈലുകളാണ്. ഓക്കെ, അത് 10 പ്രൊഫൈലുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇനി റീസെൻ്റ്ലി ലോഗിൻ, ഇതൊക്കെ റീസെൻ്റ്ലി ലോഗിൻ ചെയ്തിട്ടുള്ള പ്രൊഫൈലുകളാണ്. അപ്പോൾ ഇതിൽ ഹോം പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രൊഫൈലുകളും കാണാവുന്നതാണ്. ഇനി ആണാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, മെയിൽ പ്രൊഫൈലാണ് രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള നിങ്ങളുടെ വയസ്സിന് താഴെയുള്ള പ്രൊഫൈലുകളാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഇത് നിയർ ബൈ മീ, നിങ്ങളുടെ അടുത്തുള്ള ജില്ലകളും കാര്യങ്ങളുമാണ് ഇതിലുണ്ടാവുക. ഓൾ ആഡഡ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെയിം ഇൻ്റർഫേസ് തന്നെയാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ രീതിയിലാണ് ഓപ്പൺ ആവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഫൈലിൻ്റെ നമ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസിലോ അല്ലെങ്കിൽ കോൾ ബട്ടണിലോ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷോ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസിലോ അല്ലെങ്കിൽ ഈ കോൾ ബട്ടണിലോ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഷോ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസിൽ ഒരുപാട് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ നമ്മളുടെ സ്റ്റാർട്ടിംഗ് ബേസിക് പ്ലാനാണ് 2500 ഡയമണ്ട് പ്ലാൻ. ഇതിൽ വീഡിയോ കോൾ എലോ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് 3999 എലോ വീഡിയോ കോൾ 100 മിനിറ്റ് ലഭിക്കുന്ന പ്ലാൻ എടുക്കേണ്ടതായി വരും. അപ്പോൾ നമുക്ക് വീഡിയോ കോളിൻ്റെ പ്ലാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഇവിടെ പേനോ കൊടുക്കാം. ഈ കൂപ്പൺ കോഡിൻ്റെ അവിടെ ഒന്നും അടിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ പേനോ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയും അതിൽ വഴി നിങ്ങൾക്ക് പ്ലാൻ ആക്റ്റീവ് ചെയ്യുകയും ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പ്ലാന് ഇവിടെ ആക്റ്റീവ് ആവുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് 3 ബട്ടണുകളാണ് മെയിനായിട്ട് മുകളിൽ കാണുക. ഇത് കോൾ ബട്ടണാണ്, അത് ഡയറക്റ്റ് ഡയൽ പാഡിലോട്ട് കോൾ പോവും. ഇത് ഇൻട്രസ്റ്റ് ബട്ടണാണ്, ലവ് ബട്ടൺ. ഇത് മെസ്സേജ് അയക്കാനുള്ള ബട്ടണാണ്. ഇത് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഓരോ പ്രൊഫൈലുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ളതാണ് സ്റ്റാർ ബട്ടൺ. ഇത് വീഡിയോ കോൾ ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ റിപ്പോർട്ട് പ്രൊഫൈൽ ചെയ്യാനോ ഉള്ള ബട്ടണാണ്. ബാക്കി ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുക. വ്യൂ മോർ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുക. കോണ്ടാക്റ്റ് എടുക്കേണ്ടത് ഷോ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് പോയിട്ട് തന്നെയാണ് കോണ്ടാക്റ്റ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രൊഫൈലുകൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇതിപ്പോൾ ഇവിടെ ഒരുപാട് കാറ്റഗറി, ഇതൊക്കെ നമ്മളുടെ കല്യാണം ശരിയായിട്ടുള്ള സക്സസ് സ്റ്റോറികളാണ്. അത് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വന്ന നോട്ടിഫിക്കേഷനുകൾ ഇവിടെ വരും, നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ മെയിൻ നോട്ടിഫിക്കേഷനുകൾ ഇവിടെ വരാം. ഇവിടെ മെട്രോ നോട്ട് എന്നുള്ളത് നമ്മളുടെ പ്രധാന അപ്ഡേഷനുകൾ
ഒക്കെയാണ് ഇതിൽ വരിക. ഇത് വീഡിയോ കോൾ റിക്വസ്റ്റ്, നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കോൾ ആർക്കാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് റിസീവ് ചെയ്യുന്നതുമാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് നേരത്തെ സ്റ്റാർ ബട്ടൺ പറഞ്ഞത് അത് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കും. ഇനി സെർച്ച് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള രീതിയിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ ഒരു 30 വയസ്സുകാരനാണെങ്കിൽ എനിക്ക് ഒരു 23 വയസ്സ് മുതൽ ഒരു 27 വയസ്സ് വരെയാണ് ഞാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 23 ടു 22 ടു 27 വരെ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അൺമാരീഡ് ആണ് ഞാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കാസ്റ്റ് ഈഴവ, ഞാൻ ഓൾറെഡി ഈഴവ കൊടുത്തത് കാരണം ഇത് ഫീമെയിൽ പ്രൊഫൈലാണ്. അപ്പോൾ നമുക്ക് വയസ്സ് കൂടിയ ആളെയാണ് വേണ്ടത്. അപ്പോൾ ഒരു 30 വയസ്സ് ആ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇന്ത്യ, സ്റ്റേറ്റ് കേരള കൊടുത്തു. ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് വേണ്ട ഡിസ്ട്രിക്റ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലകളാണോ നോക്കുന്നത് അതൊക്കെ ഒരുമിച്ച് കൊടുക്കാം. ഇനി കാസ്റ്റുകൾ കൂടുതൽ ഈഴവരുടെ പുറമെ തീയ എന്ന് ചിലർ കൊടുക്കാറുണ്ട്, അപ്പോൾ തീയ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട കാസ്റ്റുകളിലൊക്കെ അത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഫോട്ടോ നിർബന്ധമുണ്ടെങ്കിൽ വിത്ത് ഫോട്ടോ എന്നുള്ളത് ടിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള പ്രൊഫൈലുകൾ വരും. ഇത് മെയിൽ പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലേഡീസ് പ്രൊഫൈലും നിങ്ങൾക്ക് വരും. ഓക്കെ, ഇത് സെർച്ച് ചെയ്യാം. ഇനി എപ്പോഴും നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ നെയിം കൊടുത്ത് ഇത് സെർച്ച് 1 എന്ന് കൊടുത്ത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഓരോന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ ഡാറ്റ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സേവ് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെർച്ച് 1 എന്നുള്ള രീതിയിലുള്ള സെർച്ച് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ നേരത്തെ സെർച്ച് ചെയ്ത കാറ്റഗറി ഇവിടെ വരും. ഓക്കെ, ഇത് നിങ്ങളുടെ മാച്ചസ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് സൈഡിലോട്ട് നീക്കിയാൽ അങ്ങനെയും കാണിക്കും. ഓക്കെ, അതുപോലെ ഇത് ഹോം പേജ് തന്നെയാണ് നിലവിലുള്ളത്. പിന്നെ ഇത് മെസ്സേജ് അയക്കുന്നത് മെസ്സേജിലും കാണാം. ഓക്കെ, പിന്നെ മെയിനായിട്ട് നമ്മളുടെ മെനു ബാറാണ്. മെനു ബാറിൽ നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ട്, ഇതിൽ നിങ്ങളുടെ പ്രൊഫൈലുകൾ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. അതുപോലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം, ഫോട്ടോ മാനേജ് ചെയ്യാം, നിങ്ങളുടെ ഹോറോസ്കോപ്പ് അപ്ലോഡ് ചെയ്യാം, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. ഇനി മാച്ചസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം മാച്ചസ് ആയിട്ട് അതിൽ പ്രിഫർ ചെയ്യാൻ പറ്റും. അതുപോലെ റീസൺലി, അതൊക്കെ മെയിൻ നമ്മുടെ ഹോം പേജിലുള്ള കാറ്റഗറി തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫോട്ടോ റിക്വസ്റ്റ് സംഭവങ്ങൾ ഇവിടെയാണ് ഉള്ളത്. നിങ്ങളുടെ ഫോട്ടോ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഫോട്ടോ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, അതുപോലെ വീഡിയോ കോൾ റിക്വസ്റ്റ് അത് നേരത്തെ ഓപ്ഷനിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് മൈ ആക്ടിവിറ്റി. ഈ മൈ ആക്ടിവിറ്റിയിലാണ് നമ്മൾ എന്തൊക്കെയാണോ ഈ ആപ്ലിക്കേഷനിൽ ചെയ്യുന്നത് അത് മൊത്തം ഇതിൽ ഡാറ്റ റെക്കോർഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പ്രൊഫൈലാണ് നിങ്ങൾ വ്യൂ ചെയ്തത് എന്നുള്ളത് ഈ പ്രൊഫൈൽ, നേരത്തെ നമ്മൾ വ്യൂ ചെയ്ത ഈ പ്രൊഫൈൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ ആരൊക്കെയാണോ വ്യൂ ചെയ്യുന്നത് അത് ഈ ഡാറ്റയിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾ ഏതൊക്കെ കോണ്ടാക്റ്റ് ആണോ വ്യൂ ചെയ്തത്, ആരുടെയൊക്കെ കോണ്ടാക്റ്റ് ആണ് നിങ്ങൾ എടുത്തത് എന്നുള്ളതിൻ്റെ ഡാറ്റ ഓൾറെഡി ഈ കോണ്ടാക്റ്റ് ആയി വ്യൂവിഡിലും നിങ്ങളുടെ കോണ്ടാക്റ്റ് ആരൊക്കെയാണ് എടുത്തത് എന്നുള്ളത് ഹൂ വ്യൂവിഡ് മൈ കോണ്ടാക്റ്റിലും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഷോർട്ട് ലിസ്റ്റഡ് പ്രൊഫൈല്, ബ്ലോക്ക്ഡ് പ്രൊഫൈല്, സക്സസ് സ്റ്റോറി. ഇത്രയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഒരു പേയ്മെൻറ്റ് ചെയ്ത വ്യക്തിക്ക് കറൻറ്റ് പ്ലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ കറൻറ്റ് പ്ലാനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലവിലുള്ള പ്രൊഫൈലിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനായിട്ട് ഞാനൊരു പ്ലാന് ആക്റ്റീവ് ആക്കിയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു പ്ലാൻ ആക്റ്റീവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈലാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളുടെ കറൻറ്റ് പ്ലാന്, ഇതിൽ നിങ്ങൾക്ക് കറൻറ്റ് പ്ലാന് കാണാവുന്നതാണ്.
എത്ര ബാക്കിയുള്ളത്, കോണ്ടാക്റ്റ് എത്രയാണ് ബാക്കിയുള്ളത്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 8089592085 എന്ന എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.